ഹായ് ഫ്രണ്ട്സ്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇത് പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ വരികളാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലെ ബിയറിഷ് മാർക്കറ്റ് കാണാത്തവരും വലിയ ക്രാഷ് കാണാത്തവരും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുഭവിക്കുന്നത് കെട്ടുകഥകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കെട്ടുകഥകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിലൊരു മ്ലാനത പിടിപെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെ പലരുടെയും പോർട്ട്ഫോളിയോ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. 30 മുതൽ 50% വരെയാണ് പലരുടെയും നഷ്ടം. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ ബൈ എന്ന് പറയേണ്ട സമയത്ത് നമ്മൾ കാണുന്നത് ടാറ്റ ബൈ എന്നൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ എന്തുകൊണ്ട് ക്രാഷ് ആകുന്നു, അതിൻ്റെ കാരണങ്ങളാണ് തീർച്ചയായിട്ടും. R4Iയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ സെഷനിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 22,929 എന്ന ലെവലിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് നിഫ്റ്റി 22,000 എന്നുള്ള ലെവലിൽ എത്തിയത് 2024 ഏപ്രിൽ 1-ാം തീയതിയാണ്. അത് ഏകദേശം ഒരു വർഷം കൊണ്ട് നിഫ്റ്റി ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളും ഒലിച്ചുപോയി എന്നുള്ളതാണ്. എന്നാൽ നിഫ്റ്റിയിൽ ഇതൊരു പുതിയ അനുഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്കറിയാം 2019 നവംബറിലാണ് നിഫ്റ്റി 12,056 എന്ന ലെവലിൽ എത്തിയത്. അതൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നിഫ്റ്റിയുടെ. അപ്പോഴാണ് കോവിഡ് പാൻഡമിക് വരുന്നത്. അങ്ങനെ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ അന്ന് കുപ്പുകുത്തിയത് 8,500 എന്ന ലെവലിലേക്കാണ്. അത് ഏകദേശം 4,000 പോയിന്റിൻ്റെ ഒരു ഇടിവാണ് അന്നുണ്ടായത്. 35%-ലധികമുള്ള ഒരു വലിയ ഇടിവാണ് അന്നുണ്ടായത്. എന്നാൽ പിന്നീട് നടന്ന റിക്കവറിയിൽ മാർക്കറ്റ് ആ 4,000 പോയിന്റ് വെറും 8 മാസം കൊണ്ട് തിരിച്ചു പിടിച്ചു. നിഫ്റ്റി 12,968 എന്ന ലെവലിലേക്കൊക്കെ എത്തുകയുണ്ടായി. അത് 2020 നവംബറിലാണ് ആ 12,000 നിഫ്റ്റി തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലേക്ക് മാർക്കറ്റിലേക്ക് ധാരാളമായിട്ട് പുതിയ ഇൻവെസ്റ്റേഴ്സ് കടന്നു വന്ന ഒരു സമയമാണ്. അങ്ങനെ പുതുതായിട്ട് വന്ന ബിഗിനേഴ്സ് ഒരിക്കൽ പോലും പിന്നീട് നിഫ്റ്റി 12,000-ലേക്ക് തിരിച്ചു പോകുന്നത് അവർ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നീട് ഒരു ക്രാഷ് നമ്മൾ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഉണ്ടായതൊക്കെ കറക്ഷൻ മാത്രമാണ്. അപ്പോൾ ആ നിഫ്റ്റി പാൻഡമിക്കിന് ശേഷം മാർക്കറ്റിൽ വന്നവരെ സംബന്ധിച്ചുള്ള അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ തീർച്ചയായിട്ടും 100% ലാഭത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അവർ ഇൻവെസ്റ്റ് ചെയ്ത പണം ഇരട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും, അത് നിഫ്റ്റി 50 അല്ലേ, നിഫ്റ്റി 50 സ്റ്റോക്കുകളല്ലേ നിങ്ങൾ പറയുന്നത്? നിഫ്റ്റി 50 ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF ഒക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അല്ലേ വാങ്ങുന്നത്. അവിടെ ഇതേപോലുള്ള റിട്ടേൺ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, കോവിഡ് പാൻഡമിക്കിന് ശേഷം 2020 നവംബറിൽ 12,000 എന്ന ലെവലിൽ എത്തിയതിന് ശേഷം പിന്നീട് നിഫ്റ്റിയിൽ ഉണ്ടായത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വലിയ റാലിയാണ്. നിഫ്റ്റി 5,000 പോയിന്റ് ഉയർന്നിട്ട് ഏകദേശം 17,600 എന്ന ലെവലിൽ വരെ എത്തുകയുണ്ടായി. അത് 2021 ഒക്ടോബറിലാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ പിന്നീട് നിഫ്റ്റി 18,000 എത്താൻ നീണ്ട 1.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2023 ഏപ്രിലാണ് നിഫ്റ്റി പിന്നീട് 18,000 ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ 2022 ജൂൺ മാസം 15,780 വരെ നിഫ്റ്റി താഴോട്ടേക്ക് പോയിരുന്നു. അതായത് 17,000 നിന്ന് 15,000-ലേക്ക് ഏകദേശം 2,000-ന്റെ ഒരു ഇടിവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കോവിഡിൽ ഏകദേശം 4,000 ആയിരുന്ന ഇടിവുണ്ടായത് ഇവിടെ 2,000 ആണ്. ഏകദേശം പകുതി ഇടിവുണ്ടായി. പക്ഷെ അവിടെ കോവിഡിന്റെ സമയത്ത് 4 മാസം കൊണ്ടാണ് അത് സംഭവിച്ചത്. ഇവിടെ പക്ഷേ 1.5 വർഷം എടുത്തിട്ടാണ് സംഭവിച്ചതെന്ന് മാത്രം. അപ്പോൾ ഈ ഇടിവ് 17-ന്ന് 15-ലേക്കും പിന്നീട് 17, 16 അങ്ങനെ മാറി മാറി വന്നുകൊണ്ട് നീണ്ട 1.5 വർഷം കാത്തിരുന്നിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്കത് വലിയൊരു ക്രാഷായിട്ട് അനുഭവപ്പെടാതിരുന്നത്. എന്നാൽ നിഫ്റ്റി 15-ൽ നിന്ന് 17-ലേക്ക് വന്നത് കോവിഡിൻ്റെ പാൻഡമിക് സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ക്രാഷ് പോലുള്ള ഒരു ക്രാഷ് അല്ല, അതൊരു കറക്ഷൻ മാത്രമാണ്. കാരണം പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 10%-ൻ്റെ ഒരു കറക്ഷൻ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ 10% എന്നൊക്കെ പറയുന്നത് ഒരു ക്രാഷ് അല്ല, അതൊരു കറക്ഷൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു കറക്ഷനിൽ പോലും ഇഷ്ടംപോലെ ആളുകൾ മാർക്കറ്റ് വിട്ടുപോയിരുന്നു. കാരണം അവർ ആ കോവിഡിന് ശേഷമുള്ള റാലി കണ്ടിട്ട് മാർക്കറ്റിലേക്ക് വന്നവർ സ്വാഭാവികമായിട്ട് ഒരു 10% ഇപ്പോൾ നടന്നതുപോലെയുള്ള ഒരു കറക്ഷൻ കാണുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനോട് നിരാശ വരികയും തിരിച്ചുപോയ ധാരാളം പേരുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിയും 18,000 എന്ന ലെവൽ 2023 ഏപ്രിൽ നിഫ്റ്റി ടച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും 17,000-ലേക്ക് നിഫ്റ്റി തിരിച്ചു പോയിട്ടില്ല. പിന്നീട് നടന്നത് മറ്റൊരു മാസീവായിട്ടുള്ള റാലിയാണ്. കോവിഡിന് ശേഷം ഉണ്ടായ റാലിയേക്കാൾ വലിയൊരു റാലിയാണ് നടന്നത്. കാരണം 7,000 പോയിന്റിൻ്റെ റാലിയാണ് ഉണ്ടായത്. 12-ൽ നിന്ന് 17-ലേക്ക് എത്തിയതിനേക്കാൾ വലിയ റാലി. അത് പിന്നീട് എത്തിയത് 25,000 എന്നുള്ള ലെവലിൽ, ഏകദേശം 26,000 എന്ന ലെവലിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ 26,000 എന്ന ലെവലിൽ നിന്ന് ഇപ്പോൾ വീണ്ടും 22,000-ലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 12%-ന്റെ ഒരു കറക്ഷനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ക്രാഷ് അല്ല, ഇതൊരു കറക്ഷനാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത് ആ 2021-ൽ 17-ൽ നിന്ന് 15-ലേക്ക് വന്ന ആ ഒരു 10%-ന് സമാനമായിട്ടുള്ള ഒരു കറക്ഷനാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ 2024 മാർച്ചിലാണ് ഈ 22,326 എന്ന ലെവലിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തത്.
അതായത് 2024 മാർച്ച് 1-ാം തീയതിക്ക് മുമ്പ് വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ലാഭത്തിൽ തന്നെയാണ് അവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവുക. കൂടാതെ നമ്മൾ നിഫ്റ്റി 12,000 ലെവലിൽ ആ ഒരു സമയത്ത് വന്നവരും, അതുപോലെ നിഫ്റ്റി 18,000 എത്തിയപ്പോൾ അതിൽ ആവേശം കണ്ടിട്ട് വന്നവരും, അല്ലെങ്കിൽ നിഫ്റ്റി 22,000 വന്നപ്പോൾ വന്നവരായാലും ഇപ്പോൾ അവരെല്ലാം ലാഭത്തിലായിരിക്കും. അപ്പോഴും നമ്മൾ ചോദിക്കുക, ഇത് നിഫ്റ്റി 50-ൻ്റെ കാര്യമല്ലേ പറയുന്നത്, അതേപോലെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്കത് നോക്കാം. അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മിഡ് ക്യാപ്പിൽ കോവിഡിന് മുമ്പേ 6,600 എന്ന ലെവലിലുണ്ടായിരുന്ന മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് കോവിഡിൻ്റെ ആ ഒരു പീക്ക് സമയത്ത് അത് 4,400 ലെവലിലേക്ക് പോയി. ഏകദേശം 2,000 പോയിന്റിൻ്റെ ഒരു ഇടിവ് അവിടെ ഉണ്ടായി. നിഫ്റ്റിയെ പോലെ തന്നെ 35% ക്രാഷ് കോവിഡ് സമയത്ത് മിഡ് ക്യാപ്പ് 150-ലും ഉണ്ടായിരുന്നു. എന്നാൽ നിഫ്റ്റി റിക്കവർ ചെയ്ത പോലെ തന്നെ ഈ മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളും റിക്കവർ ചെയ്തതായിട്ട് കാണാം. 2020 ഒക്ടോബറിൽ തന്നെ 6,000 ലെവലിലേക്ക് മിഡ് ക്യാപ്പ് 150 തിരിച്ചെത്തി. പിന്നീട് 2021 സെപ്റ്റംബറിൽ 11,361 വരെയുള്ള റാലി നടന്നു. പിന്നീട് 2023 ഏപ്രിലിൽ 11,943 ആ ഒരു 21 ഉണ്ടായിട്ടുള്ള ആ ഒരു കറക്ഷൻ ഇവിടെയും നടന്നു. പിന്നീട് മാർച്ച് 1-ാം തീയതി 2024 ഈ 150 ഇൻഡെക്സ് ഓപ്പൺ ചെയ്തത് 17,800 എന്ന ലെവലാണ്. അപ്പോൾ വലിയൊരു റാലി അവിടെയും നടന്നു. അപ്പോൾ 2024 ഡിസംബറിൽ 21,000 എന്നുള്ള ഹൈയിലേക്കും മിഡ് ക്യാപ്പ് 150 പോവുകയുണ്ടായി. പിന്നീടാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു കറക്ഷൻ. ഇപ്പോൾ 18,000 തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതായത് മാർച്ച് 1-ാം തീയതി 2024 മുമ്പ് മാർക്കറ്റിൽ വന്നവരാണെങ്കിൽ, അവർ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിലും അവർ ഇപ്പോഴും ലോസിലായിട്ടില്ല. ഇനി സ്മോൾ ക്യാപ്പിലേക്ക് വന്നാൽ അവിടെ ഇതേ കഥയാണ് നമുക്ക് കാണാൻ കഴിയുക. 2020 5,200 ലെവലുണ്ടായിരുന്ന സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് പിന്നീട് 3,200 കൂപ്പുകുത്തി. കോവിഡിൻ്റെ ആ ഒരു പീക്ക് സമയത്ത് 40% ക്രാഷാണ് ഉണ്ടായത്. മിഡ് ക്യാപ്പിലും നിഫ്റ്റി 50-ൽ ഉണ്ടായതിനേക്കാൾ വലിയ ക്രാഷാണ് ഇവിടെ ഉണ്ടായത്. നവംബറിൽ തന്നെ ഈ 5,000 ലെവലിലേക്ക് ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് തിരിച്ചു വന്നതായിട്ട് കാണാം. അതുപോലെ 2021 ജൂലൈയിൽ 9,131 എന്ന ലെവലിലേക്ക് സ്മോൾ ക്യാപ്പിൻ്റെ റാലിയും നടന്നു. പിന്നീട് 2023 ഏപ്രിലിൽ 9,392 എന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ മറികടക്കാൻ ഏകദേശം 1.5 വർഷം എടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് 2021 കറക്ഷൻ നടക്കുന്നത്. ആ കറക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ സ്മോൾ ക്യാപ്പ് താഴോട്ടേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ പറ്റും 2023 ഡിസംബർ അവസാനം 14,000 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നീട് ഈ 2024 സെപ്റ്റംബറിൽ 18,000 എന്നുള്ള ഹൈയും ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ തിരിച്ച് വീണ്ടും 14,000 പോയിരിക്കുകയാണ്. ഇപ്പോൾ 2023 ആ ഡിസംബറിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അയാൾ ഇപ്പോഴും ലാഭത്തിൽ തന്നെയായിരിക്കും എന്നാണ് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്നും മനസ്സിലാകുക. അപ്പോൾ മൊത്തത്തിൽ ഈ 3 സെഗ്മെൻറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫോമോ പിടിപെട്ടുകൊണ്ട് ഇത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വൻതോതിൽ ഇങ്ങനെ പറക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഒരു ആവേശത്തിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയും ആ ഹൈയിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുകയും ചെയ്താൽ പോലും, നിങ്ങൾ 2023 ഡിസംബറിന് മുമ്പേ വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇപ്പോഴും പച്ചകത്തിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഏകദേശം 1 വർഷം മുമ്പ് മാർക്കറ്റിൽ വന്ന നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ, ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ലാഭത്തിൽ തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോവിഡ് പാൻഡമിക്കിന് ശേഷം നടന്ന ആ ഒരു റാലിയിലാണ് വന്നതെങ്കിൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ലാഭത്തിൽ ഇപ്പോൾ ഉണ്ടാകുക. അതുപോലെ 2021 റാലിയിലാണ് വന്നതെങ്കിൽ, അതുപോലെ 2021 ആ ഒരു ഡിപ്പിന് ശേഷം വന്നവരാണെങ്കിൽ അവരും ലാഭത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അവ കോവിഡിൻ്റെ സമയത്തുള്ളവരുടെ അത്ര ലാഭം അവിടെ ഉണ്ടാവണമെന്നില്ല. ഇതേപോലെ ഏറ്റവും ഒടുവിൽ ഈ 2024 തുടക്കത്തിൽ വന്നവരും ലാഭത്തിലായിരിക്കും. എന്നാൽ മാർച്ചിന് ശേഷം വന്നവരായിരിക്കും നഷ്ടത്തിലുണ്ടായിട്ടുണ്ടാവുക. അവരുടെ പോർട്ട്ഫോളിയോ ആയിരിക്കും ഒരു ബ്ലഡ് ബാത്ത് അല്ലെങ്കിൽ ചോരയിൽ കുളിച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാൻഡമിക്കിന് ശേഷം FY20 മുതൽ FY24 ഈ 5 വർഷത്തിനിടയിൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 4 കോടിയിൽ നിന്നും 15 കോടിയായിട്ട് ഉയർന്നിരുന്നു. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് റിയൽ എസ്റ്റേറ്റിലും ഗോൾഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരാണ്, അല്ലെങ്കിൽ ബാങ്ക് FDയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ധാരാളമായിട്ട് വന്നത്. പക്ഷെ അവർ അവിടെ വരുമ്പോൾ അവർ ഗോൾഡിലോ റിയൽ എസ്റ്റേറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതേ മൈൻഡ് സെറ്റോട് കൂടിയല്ല വന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു പാനിക് സെല്ലിങ് പലപ്പോഴും അവർ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1996 24 ക്യാരറ്റ് 10 ഗ്രാമിൻ്റെ ഗോൾഡിൻ്റെ വില എന്ന് പറയുന്നത് 5,160 2003 പിന്നീട് 5,600 അത് എത്തുന്നത്. അതായത് നീണ്ട 7 വർഷം ഈ 5,000 നിന്ന് 5,600 എത്താൻ എടുത്തിരുന്നു. അതിൻ്റെ ഇടയിൽ 4,000 വരെ താഴോട്ടേക്കും പോയിരുന്നു. അതായത് 2,000 രൂപയോളം നഷ്ടം ഉണ്ടായിട്ട് പോലും ആരും ഗോൾഡ് ആ സമയത്ത് വിറ്റിട്ടുണ്ടാകുമോ?
സ്വാഭാവികമായിട്ടും വിറ്റിട്ടുണ്ടാവില്ല. കാരണം ഗോൾഡ് നമ്മൾ വാങ്ങുന്നത് ഒരു ഫിക്സഡ് അസറ്റ് പോലെ കുറേ കാലം ഹോൾഡ് ചെയ്യാനാണ്. എന്നാൽ സ്റ്റോക്കുകളിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കാണിക്കുന്നില്ല. ഇത് 2012 നമുക്ക് കാണാൻ കഴിയും. 31,000 ഉണ്ടായിരുന്ന ഗോൾഡ് പ്രൈസ് പിന്നീട് 26,000 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് പോയിരുന്നു 2015. പിന്നീട് 2018 31,000 തിരിച്ചു വരുന്നത്. നീണ്ട 6 വർഷം ആ ഗോൾഡ് നഷ്ടത്തിൽ ഹോൾഡ് ചെയ്തവരുണ്ട്. 2020 48,000 ഉണ്ടായിരുന്ന ഗോൾഡ് പ്രൈസ് 2021 48,000 തന്നെയായിരുന്നു. അവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ റാലി നടക്കുമ്പോൾ ഈ ഗോൾഡ് വിറ്റുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയവർ ഉണ്ടായേക്കാം, എന്നാലും വളരെ കുറവായിരിക്കും. കാരണം ഗോൾഡ് ആരും അങ്ങനെ വിൽക്കാറില്ല. എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം ഉണ്ടാവും മാത്രമാണ് ഗോൾഡ് നമ്മൾ വിൽക്കാറുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് സ്റ്റോക്കിലും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം സ്റ്റോക്ക് എന്ന് പറയുന്നതും ഒരു ഫിക്സഡ് അസറ്റാണ്. ഒരു കമ്പനിയുടെ ഷെയറാണ് നമ്മൾ വാങ്ങുന്നത്. അത് ഗോൾഡ് പോലെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലെ തീർച്ചയായിട്ടും ലോങ് ടേം അപ്രിസിയേഷൻ നടക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ഈ ഡാറ്റകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എത്രമാത്രം താഴോട്ട് പോയാലും വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റോക്കുകളൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അതിലൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കുകളൊന്നും വിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഫോമോ പിടിപെട്ട് അതിൻ്റെ ഹൈയിൽ പോയി വാങ്ങിയവരാണെങ്കിലും നമ്മളിവിടെ കണ്ടു പാൻഡമിക്കിൻ്റെ കാലത്ത് ഹൈയിൽ വാങ്ങിയവർ ഇപ്പോൾ ലാഭത്തിലാണ്. അതേപോലെ 2021 ഹൈയിൽ വാങ്ങിയവർ ഇപ്പോഴും ലാഭത്തിലാണ്. അപ്പോൾ ഹൈയിൽ വാങ്ങിയത് കൊണ്ട് ഇപ്പോൾ നഷ്ടത്തിലാണെങ്കിലും അത് ഭാവിയിൽ ലാഭത്തിലേക്ക് വരും എന്ന് നമുക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 3-4 വർഷം കൊണ്ട് തന്നെ റിക്കവറി നടക്കുന്നതായിട്ട് കാണാം. ഗോൾഡിൽ അതേപോലുള്ള റിക്കവറി നമ്മൾ കാണുന്നില്ല എന്നും കാണാം. നീണ്ട വർഷങ്ങൾ ഗോൾഡ് അതേപോലെ നിൽക്കുന്നത് കാണാം. എന്നാൽ ഗോൾഡിൽ നമ്മൾ സ്വീകരിക്കുന്ന അതേ ഒരു മൈൻഡ് സെറ്റ് സ്റ്റോക്കിലും സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഹോൾഡ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ പോർട്ട്ഫോളിയോ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കണം. ലാർജ് മിഡ് സ്മോൾ എല്ലാം കൂടി ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കണം. അതുപോലെ ഒരു സ്റ്റോക്കിൽ 10% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ പല സെക്ടറുകളിലായിട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഒരിക്കലും ഇപ്പോൾ നഷ്ടത്തിലായിരിക്കില്ല. ഒരു വർഷം മുമ്പേ ആണ് നിങ്ങൾ മാർക്കറ്റിൽ വന്നതെങ്കിൽ. അതേസമയം മാർച്ചിന് ശേഷമുള്ളവരാണെങ്കിൽ ഇപ്പോൾ നഷ്ടത്തിലാണെങ്കിൽ അവർ ഭാവിയിൽ ലാഭത്തിലാകും. അവരുടെ പോർട്ട്ഫോളിയോ ഇതേപോലെ നല്ല രീതിയിൽ അലോക്കേഷൻ നടത്തിയതാണെങ്കിൽ. ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.